ഒട്ടേറെ പ്രത്യേകതകളുള്ള നാടാണ് ആലപ്പുഴ ജില്ല. അതിമനോഹരമായ കായലുകളും തോടുകളും കൊണ്ട് സമ്പന്നമായ ജില്ല. ജലഗതാഗതത്തിന് പേരുകെട്ട ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്നാണ് കഴ്സൺ പ്രഭു വിശേഷിപ്പിച്ചത്. കേരളത്തിൻ്റെ ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ ജലോത്സവങ്ങൾ നടക്കുന്നത്. ഇത് കൊല്ലം കോട്ടപ്പുറം ജലപാതയുടെ ഭാഗമായ പല്ലനയാറാണ്. മഹാകവി കുമാരനാശാൻ സ്മാരക ജലോത്സവം നടക്കുന്ന പല്ലനയാറിൻ്റെ തൊട്ടു പടിഞ്ഞാറായി വിശാലമായ അറബിക്കടൽ സ്ഥിതി ചെയ്യുന്നു. ഈ പല്ലനയാറിൻ്റെ തീരത്താണ് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വില കുറഞ്ഞതും എന്നാൽ ഏറ്റവും മികച്ചതുമായ നോൺ വെജിറ്റേറിയൻ മീൽസ് കിട്ടുന്നത്. ഇതൊരു ഹോട്ടലോ റെസ്റ്റോറൻറ്റോ ഒന്നുമല്ല, ഇതൊരാളുടെ വീടാണ്. രാജൻ എന്നാണ് ആളുടെ പേര്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരാത്ത ഭക്ഷണപ്രേമികൾ ഉണ്ടാകില്ല. തൻ്റെ വീടിൻ്റെ 2 മുറികൾ ഒഴിച്ച് ബാക്കിയുള്ള ഭാഗത്ത് കസേരകളും മേശകളും ഇട്ട് ഉച്ചയൂണ് നടത്തുന്ന രാജൻ ചേട്ടൻ ആതിഥേയ മര്യാദയുടെ പര്യായമാണ്. ഒരേ സമയം 16 പേർക്ക് മാത്രം ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഈ വീട് മീൻ വിഭവങ്ങളുടെ ഒരു സങ്കേതമാണ്. ഒട്ടുമിക്ക ആറ്റുമീനുകളും കായൽ മീനുകളും ഇവിടെ കിട്ടും. വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ മീൻ പൊള്ളിക്കുന്നതിൻ്റെ മണം നമ്മെ കീഴ്പ്പെടുത്തും. നിറയെ കറികളുമായാണ് പ്ലേറ്റ് തരുന്നത് തന്നെ. അച്ചാറും സാലഡും അവിയലും വറ്റൽമുളക് ചതച്ചിട്ട പയർമെഴുക്ക് പുരട്ടിയും കപ്പ വേവിച്ചതും പുളിശ്ശേരിയും രസവും കക്കയിറച്ചിയും മീൻപീരയും മീൻ വറുത്തതും മീൻകറിയും ആവി പറക്കുന്ന ചോറും കൺമുമ്പിൽ തരുമ്പോൾ നാം അറിയാതെ രുചിച്ചു പോകും. വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ മാതൃഭൂമി പത്രത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് വന്ന വാർത്ത ഫ്രെയിം ചെയ്തത് കാട്ടിത്തന്നു. ഷർട്ട് പോലും ഇടാതെ നിന്ന് നമ്മുടെ ആവശ്യത്തിന് ആഹാരം തരുന്ന രാജൻ ചേട്ടനെ കാണുമ്പോൾ നമുക്കൊക്കെ ഓർമ്മ വരുന്നത് കുട്ടിക്കാലത്ത് നമുക്ക് ആഹാരം വാരിത്തരുന്ന നമ്മുടെ മാതാപിതാക്കന്മാരെയാണ്. അത്രയ്ക്ക് സ്നേഹമാണ് ഈ മനുഷ്യനും കുടുംബവും നമ്മോട് കാട്ടുന്നത്. ചെറിയ കുട്ടികളിൽ നിന്ന് പണം പോലും വാങ്ങാതെ അവർക്ക് ആഹാരം കൊടുക്കുന്ന ഈ മനുഷ്യൻ ഒരു മാതൃകയാണ്. വയറ് നിറയെ ആഹാരം തരുന്നതിന് ഈടാക്കുന്നതാകട്ടെ 100 രൂപ മാത്രം. കഴിഞ്ഞ 27 വർഷക്കാലമായി ഉച്ചഭക്ഷണം വിളമ്പുന്ന രാജൻ ചേട്ടനോടൊപ്പം ഭാര്യ മോഹനവല്ലിയും ബന്ധുക്കളും മാത്രമാണുള്ളത്. ഏകമകൾ വിദേശത്താണ്. ദേശീയപാതയിൽ ഹരിപ്പാട് നാരകത്തറ ജംഗ്ഷനിൽ നിന്നും കുമാരപുരം വഴി 4 കിലോമീറ്റർ ദൂരം കിഴക്കോട്ട് പോയാൽ അമ്പലശ്ശേരിക്കടവിലുള്ള രാജൻ ചേട്ടൻ്റെ വീട്ടിലെത്താം. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി പോയാൽ തികച്ചും സൗജന്യമായി പഞ്ചായത്ത് നടത്തുന്ന വള്ളത്തിൽ കയറി അക്കരെയുള്ള പാനൂർ കടവിലും ഇറങ്ങി അവിടുത്തെ കാഴ്ചകളും കണ്ട് തിരികെ വന്ന് കരിമീനും വരാലും വറുത്തത് കൂട്ടിയുള്ള ഊണും കഴിച്ച് മടങ്ങി വരാം. കറികൾക്ക് വേണ്ട രുചിക്കൂട്ടികളെല്ലാം ഇവിടെ തന്നെ തയ്യാറാക്കുന്നു എന്നുള്ളതാണ് തങ്ങളുടെ പ്രത്യേകതയെന്നാണ് രാജൻ ചേട്ടൻ പറഞ്ഞത്. തൂശനിലയിലുള്ള ഭക്ഷണം കഴിച്ച ശേഷം ഇറങ്ങിയപ്പോൾ രാജൻ ചേട്ടൻ പിടക്കുന്ന വരാലിനെയും കാട്ടിത്തന്നു. ആവശ്യക്കാർക്ക് ജീവനോടെ കൊടുക്കാനും പാചകം ചെയ്യാനുമായി സൂക്ഷിച്ചിരിക്കുന്നതാണ് ഈ മീനുകൾ. 100% സംതൃപ്തിയോടുകൂടി ആഹാരം കഴിച്ച് തിരികെ വന്നപ്പോഴും കുറച്ചുകൂടി മീൻകറി എടുക്കട്ടെ, കപ്പയെടുക്കട്ടെ എന്നിങ്ങനെയുള്ള രാജൻ ചേട്ടൻ്റെ വാക്കുകളാണ് നമ്മുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഹോട്ടലുകാർ ഈ മനുഷ്യനെ കണ്ടുപഠിക്കണം. ഹോട്ടൽ മാനേജ്മെൻറ്റ് പോയിട്ട് ശരിയായ വിദ്യാഭ്യാസം പോലും ലഭിച്ചിട്ടില്ലാത്ത രാജൻ ചേട്ടൻ നമുക്കാകെ ഒരു മാതൃകയാണ്. ഒരിക്കലെത്തി ഭക്ഷണം കഴിച്ചാൽ പ്രകൃതി രമണീയമായ പല്ലനയാറിൻ്റെ കുളിർകാറ്റേറ്റ് രാജൻ ചേട്ടൻ്റെ ഊണും കരിമീൻ വറുത്തതും കഴിക്കാനായി വീണ്ടും നാം അറിയാതെ ഇവിടെ എത്തും, ഉറപ്പാണ്.